ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തള്ളുകയാണ് കുടുംബം. CBI അന്വേഷണം ആവശ്യപ്പെട്ട ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് കുടുംബത്തിന്റെ ഹർജി. കെ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലീഡ് സ്റ്റോറി. CPIM നേതാവ് PP ദിവ്യ പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല. PP ദിവ്യയ്ക്ക് ഭരണതലത്തിൽ വലിയ പിടിപാടുണ്ട്. മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ്. ഇക്കാരണത്താൽ തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയെന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല. നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം CCTV അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചതുമില്ല. നിർണായക തെളിവുകൾ അന്വേഷണ സംഘം കുഴിച്ചുമൂടിയെന്നും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ സഹായിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടികളിൽ മനഃപൂർവമായ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട്. അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നോ എന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു. അതിനാൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാനും CBI അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ശബരിമല 18ാം പടിയിലെ ഫോട്ടോഷൂട്ടിൽ ADGP S ശ്രീജിത്തിനെ അതൃപ്തി അറിയിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നടപടി അനുചിതമാണ്. നാളെ നടക്കുന്ന ബോർഡ് യോഗത്തിൽ പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് ചർച്ച ചെയ്യും. ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്തത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്നും ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും സന്നിധാനത്ത് നിന്ന്. പ്രതീഷ്, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ ഉണ്ടായിരുന്നു. കോടതി നാളെ വീണ്ടും അത് പരിഗണിക്കുന്നുണ്ട്. ആവശ്യം അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറോട് റിപ്പോർട്ട് തേടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കോടതി കടന്നിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്? വിജയകുമാർ, 18ാം പടിക്ക് താഴെ ഈ പോലീസുകാർ ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇന്നും നാളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം നടക്കുന്ന ദിവസങ്ങളായിരുന്നു. ഇന്ന് ഈ യോഗത്തിൽ അനൗപചാരിക ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് 2 അംഗങ്ങളും ചേർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തിയത്. ഇതിൽ പോലീസിന്റെ നടപടി അനുചിതമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ 3 പേരും ചേർന്നുള്ള യോഗത്തിൽ ഉണ്ടായത്. ഇതിന്റെ കൂടി ഭാഗമായി ഇതിന്റെ ശബരിമലയുടെ ചുമതലയുള്ള ADGP S ശ്രീജിത്തിനെ നേരിട്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. വളരെ കാര്യക്ഷമമായ രീതിയിലാണ് തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ നടപടികൾ സന്നിധാനത്ത് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ അവസാന നിമിഷം ആദ്യ ടൈമിൽ കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചിറങ്ങുന്ന ആ ദിവസമുണ്ടായ ഈ നടപടി വളരെ അനുചിതമായി പോയി എന്നുള്ള ഒരു അതൃപ്തിയാണ് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ S ശ്രീജിത്തിനെ അറിയിച്ചിരിക്കുന്ന കാര്യം. നാളെ ചേരുന്ന ബോർഡ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ചർച്ചകൾ നടക്കുമെന്നതാണ് നിലവിൽ ബോർഡ് അധികൃതർ തന്നെ നമ്മളോട് പറയുന്ന കാര്യം. മാത്രമല്ല, ഈ ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡിനും കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് മാത്രമല്ല, ഈ സോപാനത്തിലും ശ്രീകോവിലിന് സമീപത്തും ഒക്കെ തന്നെ നിരവധി ആളുകൾ ഈ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതുൾപ്പെടെ ഇതിനെതിരെ ശക്തമായൊരു നടപടി വേണമെന്നൊരു നിലപാട് കൂടിയായിരിക്കും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ എന്തായാലും സ്വീകരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ ബോർഡ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ആചാര ലംഘനം നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമോ എന്നത് നാളത്തെ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി ഒരു നടപടിക്കെതിരെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും വളരെ ഗൗരവത്തോടു കൂടി കണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് കാരണം കാണിക്കൽ നോട്ടീസ് ഇവർക്ക് നൽകി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ശരി പ്രതീക്ഷ, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും അതുപോലെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്തത് ഹൈക്കോടതിയുടെ നേരത്തെയുള്ള വിധിയുടെ ലംഘനമാണെന്ന് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി ഇത് നാളെയും പരിഗണിക്കുന്നുണ്ട്. അതിനിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നാളെ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്.
മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും BJP നേതൃയോഗത്തിൽ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മറുപടി. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി BJP-യിൽ നേതാക്കൾ നീക്കം തുടങ്ങി. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന ഭാരവാഹികളിൽ ചിലർ ആവശ്യപ്പെട്ടത്. കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണം എന്നും ആവശ്യമുയർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെ എന്ന് കെ സുരേന്ദ്രൻ മറുപടി നൽകി. പാലക്കാട് ജില്ലാ കമ്മിറ്റി വൈകാതെ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കും. അടുത്ത മാസം 7, 8 തീയതികളിൽ ചേരുന്ന ഭാരവാഹി യോഗം റിപ്പോർട്ട് പരിശോധിക്കുകയും നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. 7, 8 തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ചയ്ക്കെടുക്കും. തെരഞ്ഞെടുപ്പിൽ തന്നെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തെന്നും ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയതായും വിവാദങ്ങളോട് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. തനിക്ക് ആർക്കെതിരെയും വ്യക്തിപരമായ പരാതികളില്ലെന്നും എൻ ശിവരാജൻ അടക്കമുള്ളവരുടെ പരസ്യപ്രതികരണം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമെന്നുമായിരുന്നു സി കൃഷ്ണകുമാർ പ്രതികരിച്ചത്. പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുമില്ല. ശിവരാജേട്ടനെ പോലെ ഒരു സീനിയറായിട്ടൊരാൾ പറഞ്ഞതിനെ സംബന്ധിച്ച്, ഒരു ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും. ഇതിനിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി നേതാക്കൾ ചരടുവലികൾ ആരംഭിച്ചു. വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് മുൻപന്തിയിലുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് സുരേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: ഷവർ വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അതേസമയം BJP-യിൽ നേതൃമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വി മുരളീധരൻ പറഞ്ഞു. പ്രകാശ് ജാവദേക്കർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ ഭിന്നതയുള്ളതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും വി മുരളീധരൻ 24-നോട് പ്രതികരിച്ചു. അങ്ങനെയുള്ള ഒരു ചർച്ചയും ഇന്നലെ പ്രകാശ് ജാവദേക്കർ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ എവിടെയും നടന്നിട്ടില്ല. അതായത് ഈ സമാന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ BJP-യുടെ രീതിയല്ല. BJP-യുടെ തന്നെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ചെയ്തത്. ഒരു ഭിന്നത ആരാ പറഞ്ഞ ഭിന്നതയുണ്ട്? അങ്ങനെ ഒരു ഭിന്നത ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞങ്ങളെല്ലാവരും ഇന്ന് ഒരുമിച്ചിരുന്നിട്ടായിരുന്നു യോഗത്തിൽ. നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തിന് ശേഷവും പാലക്കാട് BJP-യിലെ പൊട്ടിത്തെറികൾ കയവില്ല. പോര് തുടരുന്നതിനിടെ BJP-യുടെ നഗരസഭാ കൗൺസിലർമാരെ സ്വാഗതം ചെയ്ത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ രംഗത്തെത്തി. BJP നേതൃത്വത്തെ വിമർശിച്ച് കോഴിക്കോട് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. രഘുനാഥിന്റെ ബൂത്തില് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത പാർട്ടിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. ഈ പരാജയം നമുക്ക് പ്രശ്നമല്ല. രഘുനാഥല്ല തീരുമാനിക്കേണ്ടത്. കൗൺസിലർമാരെ രഘുനാഥ് ഇവിടെ ആരറിയും? നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തിനും വഴങ്ങാനൊരുക്കമല്ല ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ. കൊച്ചിയിൽ നടക്കുന്ന BJP യോഗത്തിലും എൻ ശിവരാജൻ പങ്കെടുത്തിട്ടില്ല. തനിക്കെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ നടത്തിയത് വൈകാരിക പ്രതികരണമെന്ന് സി കൃഷ്ണകുമാറും പ്രതികരിച്ചു. ശ്രീമതി പ്രമീള ശശിധരൻ അവരൊരു വലിയൊരു രാഷ്ട്രീയക്കാരിയല്ല. ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് പോയി പറയാണ് 18 കൗൺസിലർമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് അവർ കാലത്ത് അവരുടെ ആ ഒരു വികാരപരമായിട്ട് ആ സമയത്ത് അവർ പ്രതികരിച്ചാണ്. നേതൃത്വത്തിന്റെ വിമർശനങ്ങളിൽ BJP നഗരസഭാ കൗൺസിലർമാർക്കിടയിൽ അതൃപ്തി തുടരുകയാണ്. നഗരസഭാ അംഗങ്ങളെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരുക്കമെന്ന് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ. അപ്പം ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ഞങ്ങളുടെ ഈ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും BJP എന്ന് മാത്രമല്ല അവരുടെ നയം ഉപേക്ഷിച്ച് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ആശയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. അവർ തീരുമാനിക്കണോ നാളെ ഞങ്ങൾക്ക് BJP തുടരാൻ പറ്റില്ല എന്ന് തീരുമാനം എടുക്കുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നത് സ്വീകരിക്കും. ഇതിനിടെ കോഴിക്കോട് നഗരത്തിൽ BJP നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് സേവ് BJP-യുടെ പേരിൽ പോസ്റ്റർ. 24 പാലക്കാട്.
പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP UDF കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി. മുസ്ലിം ലീഗ് കൗൺസിലർ സയ്യിദ് മീരാൻ ബാബു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ അനുമതി നൽകാത്തതാണ് തർക്കത്തിന് കാരണം. അധ്യക്ഷയ്ക്ക് നേരെ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നപ്പോൾ പ്രതിരോധവുമായി BJP നേതാവ് N ശിവരാജൻ നടുത്തളത്തിലിറങ്ങി. വയനാട്ടിൽ BJP മുൻ ജില്ലാ അധ്യക്ഷൻ പാർട്ടി വിട്ടു. KP മധു ആണ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് BJP വിട്ടത്. CPM കോൺഗ്രസ് നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടെന്നും ഇതിലേതെങ്കിലും ഒരു പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും KP മധു 24നോട് പറഞ്ഞു. രണ്ട് വശത്ത് നിന്നുകൊണ്ട് നല്ല ഉഗ്രൻ തമ്മിലടിയാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചാണ് ഇതിനകത്ത് നിൽക്കേണ്ടത്? ഒരു ജയിക്കുമെന്നുള്ള ഒരു ഫീല് പോലും ഇല്ല. ഇനി അങ്ങനെ ഒരു ഫീൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇല്ലാതെയാക്കാമെന്നതിനെക്കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഈ പാർട്ടിയിൽ കാണുന്നത്. ഇപ്പോൾ പാലക്കാട് പോലും ഗ്രൂപ്പുകളിയുടെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഒരു ഇപ്പോൾ ഉണ്ടായ ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായത് അവിടുത്തെ ഗ്രൂപ്പുകളിയുടെ ഭാഗമാണ്. എനിക്ക് ഫേവറായിട്ടുള്ള അത് ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല, ഫേവറായിട്ടുള്ള ആരുടെ കൂടത്ത് വേണമെങ്കിലും പോകാം. ഇവിടെ കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാർ എന്നോട് സമീപിച്ചിട്ടുണ്ട്, എന്നോട് ചർച്ച നടത്തിയിട്ടുണ്ട്. മാനസികമായിട്ട് ഞാൻ അതിനൊരു തയ്യാറെടുപ്പ് അന്ന് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിരത്ത് ചോരക്കളമായി. തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞുകയറി കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയാണ് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി വാഹനം കയറി ഇറങ്ങിയത്. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പുലർച്ചെ 4-നാണ് നാടിന് നടുക്കിയ അപകടം. 1 വയസ്സുള്ള വിശ്വ, 4 വയസ്സുള്ള ജീവൻ എന്നീ കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയത് എൻ്റെ ഭാര്യൻ്റെ എൻ്റെ മോൻ്റെ അടുത്ത് എൻ്റെ വണ്ടി നിന്നത്. രണ്ടാമത് എന്നെ പേടിച്ചിട്ട് അയാൾ വണ്ടി റിവേഴ്സ് എടുത്ത് ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി 2 പ്രാവശ്യം കയറ്റിയിട്ടാണ് മുമ്പിൽ കിടന്നവരെ വണ്ടി കയറ്റുന്നത്. എല്ലാവരും പോസ്റ്റ് ഔട്ട്. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന തടിലോറി മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ്. ഡ്രൈവർ ജോസിനും ക്ലീനർ അലക്സിനുമെതിരെ മനഃപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലെ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്യും. അപകടത്തിന് നിർണായ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ മുന്നോട്ട് പോകുന്നതും ഓടിച്ചുപോയ ലോറിയെ നാട്ടുകാർ പിന്തുടരുകയും ഡ്രൈവറെയും ക്ലീനറെയും റോഡിലിറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്. തൃശൂർ. അപകടത്തിൽ മരിച്ച 5 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. പാലക്കാട് ഗോവിന്ദാപുരത്ത് മീങ്കര ഡാമിനോട് ചേർന്ന പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മന്ത്രി MB രാജേഷ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75ാം വാർഷികാഘോഷ നിറവിലാണ് രാജ്യം. നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പ്രമേയത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. ഭരണഘടന രൂപം കൊണ്ട പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന എല്ലാ ഭീകര സംഘടനകൾക്കും മുഖമടച്ചു മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ജമ്മു കാശ്മീരിൽ ആദ്യമായി ഭരണഘടനാ ദിനം ആഘോഷിച്ചു. അത് ഭരണഘടനയുടെ ശക്തിയാണ്. ഭരണഘടന രാഷ്ട്ര പുരോഗതിയുടെ വഴി വെളിച്ചമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मैं देश का ये संकल्प भी दोहराता हूं कि भारत की सुरक्षा को चुनौती देने वाले हर आतंकी संगठन को मुंह तोड़ जवाब दिया जाएगा. संविधान से मिली इस शक्ति की वजह से ही आज जम्मू कश्मीर में भी बाबा साहब का संविधान पूरी तरह लागू हुआ है. आज वहां पहली बार
संविधान दिवस मनाया गया है। വാർത്താമഴ തുടരുന്നു. മണിപ്പൂരിലെ ജിരിബാമിൽ 6 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേസെടുത്ത NIA. കുട്ടികൾ ഉൾപ്പെടെ 6 പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. ക്രമസമാധാന നില കണക്കിലെടുത്ത് മണിപ്പൂരിലെ ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. 3 വയസ്സുള്ള കുഞ്ഞടക്കം 3 കുട്ടികളും 3 സ്ത്രീകളും കൊല്ലപ്പെട്ട സംഭവത്തിലാണ് NIA അന്വേഷണം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ 6 പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. ജിരി നദിയിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ കൊല്ലപ്പെട്ടവർ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയരായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 കേസുകൾ കൂടി NIA ഏറ്റെടുത്തിരുന്നു. ഈ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്രമസമാധാനം കണക്കിലെടുത്ത് ഇംഫാൽ ഉൾപ്പെടെയുള്ള 6 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. മണിപ്പൂരിലെ എല്ലാ പൗരന്മാരുടെയും ഫോൺ രേഖകൾ സൂക്ഷിക്കണമെന്ന് ടെലികോം ഓപ്പറേറ്റർമാർക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. അതിർത്തികൾക്ക് പുറത്തുള്ളവരുമായി അക്രമികൾ സമ്പർക്കം പുലർത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം. വിനീത VG 24 ഡൽഹി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.